ജഡ്ജസ് ആരെങ്കിലും ഒരാൾ ഈ ചോദ്യം ചോദിക്കുമായിരുന്നു ഉറപ്പായിട്ട്. അത് അവർക്ക് അറിയുകയും ചെയ്യായിരുന്നു. ഞാൻ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോഴേ ഫൈനൽ എന്താണ് ക്വസ്റ്റ്യൻസ് തരാനായിട്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചോദിക്കാമെന്ന് ഞങ്ങൾ ഒബ്വിയസ്ലി സാധാരണ ഒന്നേ നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ അവർ തരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് നേരത്തെ തരാറുണ്ട്. അവിടെ പോയി ഞങ്ങൾ സീറ്റിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കൊണ്ട് തരുന്നത്. 21 കണ്ടസ്റ്റൻസ് ആണ്, 21 ക്വസ്റ്റ്യൻസേ അതിലുണ്ടായിരുന്നുള്ളൂ. ഓർഗനൈസേഴ്സ് തന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ചോദിച്ചത്. അതും പലതും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതായത് സിമിലർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരുപാട് അതെ, അവര് ചോദിച്ചതിൽ നിന്ന് തന്നെയാണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ 21 കണ്ടസ്റ്റൻസ് ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒരാൾ ഈ ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കുമായിരുന്നു. ഇല്ല, ഇതുകൊണ്ടാണ് നേരത്തെ ആ ക്വസ്റ്റ്യൻസ് കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ സ്വന്തം സമയമില്ല. ഞങ്ങൾ അവിടെ ചെയറിൽ ഇരുന്നതിന് ശേഷമാണ് ഈ ക്വസ്റ്റ്യൻസ് കൊണ്ട് തരുന്നതും. കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ കൂടെ ഞാൻ ടിക്ക് ചെയ്ത് എനിക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാൻ പറ്റുന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് കുറച്ച് പേര് ചോദിച്ചു. അതിനുശേഷം എടുത്ത പേര് ലോട്ട് എടുക്കുകയാണ് ചെയ്യുന്ന കുട്ടികൾ. ലോട്ട് എടുത്തത് മിക്കതും റിപ്പീറ്റ് ചെയ്ത് എന്റെ പേരാണ് വന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു. മനസ്സിലായോ? ശോഭന കണക്കുകൂട്ടി ഇങ്ങനെ ചെയ്യണം. എന്നെ കണക്കുകൂട്ടിയല്ല, ജഡ്ജസ് ഈ ഇങ്ങനെ വന്നാൽ കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇത് നല്ല രീതിയിൽ പബ്ലിസിറ്റി പോകുന്നു. അങ്ങനെ ഒരു പബ്ലിസിറ്റി ഈ ഇവന്റിന് നേടാൻ വേണ്ടിയിട്ടായിരിക്കാം ഓർഗനൈസേഴ്സ് ഇങ്ങനെ ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഇത് ധ്യാന്റെ ഫ്രണ്ട് ആണല്ലോ ഇതിനകത്ത് ഇട്ട് കൊടുത്തത്. എന്റെ കയ്യിൽ അതിന്റെ പ്രൂഫ് ഉണ്ട്. എന്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട് കൂടിയാണ് ഞാൻ ചുമ്മാ സംസാരിക്കില്ല. എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ടോട് കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാള് തന്നെയാണ് ഈ കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻസ് രാവിലെ ഞാൻ ചോദിക്കട്ടെ, രാവിലെ നിങ്ങൾക്ക് 5 മണിക്ക് ക്വസ്റ്റ്യൻ കിട്ടുകയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണ്. നിങ്ങൾ രാത്രിത്തെ എക്സാം നിങ്ങൾ 100 മാർക്ക് 100 വാങ്ങിക്കോ ഇല്ലയോ? അല്ല, എന്റെ ചോദ്യം ഒരു ചോദ്യം ധ്യാൻ ശ്രീനിവാസന്റെ മുന്നേ അറിയായിരുന്നു എന്നാണോ പറഞ്ഞിരുന്നത്? അങ്ങനെ ആളുടെ ഫ്രണ്ടല്ലേ ആ ഗ്രൂപ്പിനകത്ത് ഇട്ട് കൊടുത്തത്. അത് ധ്യാനോട് തന്നെ പോയി ചോദിക്കും. അല്ല,